കരഞ്ഞിട്ട് എന്താടി കാര്യം? അവള് മുതലാളിയുടെ കൊച്ചിന്റെ സൂക്കേട് അന്വേഷിക്കാൻ പോയിരിക്കുന്നു. ഗൗതമനെക്കാട്ട് വലുതാണോടി നിനക്കാ കൊച്ച്? കല്യാണ നിശ്ചയത്തിന് നിന്നെ അവനോടൊന്ന് വിളിച്ചതല്ലേ? നിനക്ക് അവന്റെ കൂടെ പോന്നാൽ എന്തായിരുന്നു? പെറ്റു വളർത്തിയ തള്ളയാണെങ്കിൽ മനസ്സിലാക്കാം. നീ ആ കൊച്ചിന്റെ ആരാ? ഗൗതമൻ നിന്റെ മുറച്ചെറുക്കനായിരുന്നു. പക്ഷെ നിന്റെ താളത്തിനൊക്കെ അവൻ തുള്ളാണോ എന്ന് വിചാരിച്ചത്? അവനും ആണാണടി. നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ വേണ്ടി അവൻ കെട്ടി. നീ അനുഭവിക്കടി, അനുഭവിക്ക. ശരിയല്ലേ? ശരിയാ. ഞാൻ വൈകുന്നേരം വരില്ല. മോളെ ഒന്ന് ചെക്കപ്പിന് കൊണ്ടുപോകണം. മോൾക്ക് എങ്ങനെ ഇരിക്കുന്നു സാർ? ഇപ്പൊ വിശേഷമൊന്നുമില്ല. അവള് സ്കൂളിൽ പോകാൻ തുടങ്ങി. എന്നാലും ഇടയ്ക്കൊന്ന് ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതല്ലേ? വേണം വേണം. പേപ്പട്ടി അല്ലേ കടിച്ചത്? അട്ടെ. ഓ എടാ കുട്ടപ്പാ, എന്താ സാർ ഇനിന്ന് വരില്ല. നീ പണി കഴിഞ്ഞ് ഒരു 10 ചാക്ക് സിമന്റ് കൂടി വീട്ടിലോട്ട് തട്ടിയേരെ. സത്യശീലൻ സാറേ, എന്ത് പറ്റി? സാറ് സിമന്റിന്റെ കണക്ക് നോക്കുമ്പോ കുഴയരുത്. എന്തിന്? സിമന്റ് ദിവസേന കുഴച്ചല്ലേ ഉപയോഗിക്കുന്നത്? നിന്റെ കണക്കിൽ 8, എന്റെ കണക്കിൽ 7. പിന്നെ ഞാൻ മൈൻഡ് ചെയ്തോളാം. അവിടെ ഈ കള്ളൻ പോണത്. ഷീല എപ്പോ വന്നു? ഞാൻ വന്നിട്ട് അല്പസമയമായി സാർ. വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞോ? എന്നാ വിവാഹം? വിവാഹം കഴിഞ്ഞു സാർ. റിയലി? എന്നിട്ട് എന്താ ഞങ്ങളെ അറിയിക്കാഞ്ഞ്? എന്റെ വിവാഹമല്ലേ അറിയിക്കേണ്ടത്? മനസ്സിലായില്ല. ഞാൻ മടങ്ങിച്ചെന്നത് വൈകിപ്പോയി സാർ. ഗൗതമേട്ടൻ മറ്റൊരു വിവാഹം ചെയ്തു. മൈ ഗോഡ്, വാട്ട് ഹാപ്പൻഡ്? എന്റെ വിധിയാണ് സാർ. സാരമില്ല. എനിക്കൊരു അപേക്ഷയുണ്ട്. സാറിനും ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്ക് വീണ്ടും ജോലി തരണം. ഇപ്പോഴത്തെ ചുറ്റുപാടിൽ നാട്ടിൽ കഴിയാൻ വിഷമമുണ്ട്. ഷീലേ, എന്റെ മകളോടുള്ള സ്നേഹം കൊണ്ട് ഗൗതമൻ വന്ന് വിളിച്ചിട്ട് പോലും നീ പോയില്ല. അന്ന് നീ പോയിരുന്നെങ്കിൽ എന്റെ മകൾക്ക് എന്തും സംഭവിക്കുമായിരുന്നു. നീയാണ് അവളുടെ ജീവൻ രക്ഷിച്ചത്. അത് എന്റെ കടമയായിരുന്നു സർ. എന്റെ മോളെ നീ രക്ഷിച്ചപ്പോ നിനക്കൊരു കുടുംബ ജീവിതം നഷ്ടപ്പെട്ടു. ആ നഷ്ടം മറ്റൊരു രീതിയിലെങ്കിലും പരിഹരിക്കാൻ എന്നെ അനുവദിക്കുമോ? എന്റെ മകളുടെ അമ്മയായി നീ ഈ വീട്ടിലേക്ക് കടന്നു വരണമെന്ന് ഒരിക്കൽ ഞാൻ അപേക്ഷിച്ചു. ഇപ്പോ ഞാനത് വീണ്ടും ആവർത്തിക്കുന്നു. ഒരമ്മയുടെ സ്നേഹത്തിന് വേണ്ടി ശ്രീമോൾ ദാഹിക്കുകയാണ്. നിനക്ക് മാത്രമേ ആ സ്നേഹം പകർന്നു കൊടുക്കാൻ കഴിയൂ. തിടുക്കമില്ല, സാവധാനം ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. മൈ ഡിയർ സ്റ്റാഫ്സ്, ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബോണസോ ഇൻക്രിമെന്റോ കൂട്ടിത്തരുവാൻ പോവുകയാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ഇന്ന് വീണ്ടും വിവാഹിതനായി. രജിസ്റ്റർ ഓഫീസിൽ വെച്ച്. വധു നിങ്ങൾക്ക് പരിചയമുള്ള ഷീല. അത് വക്കച്ചന്റെ കൊടുത്തേക്ക്. വക്കച്ചൻ എല്ലാവർക്കും കൊടുക്കും. വക്കച്ച എന്തോ? ഇങ്ങ് വന്നാട്ടെ. ഇരിക്കൂ. വേണ്ട സാർ. സാറോ?
അതുകൊള്ളാലോ. ഇന്ന് ഷീലയുടെ ആദ്യ രാത്രിയാണ്, എന്റെ രണ്ടാമത്തതും. ഇന്നു മുതൽ നമ്മളൊരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് എനിക്ക് ഷീലയോട് ഒന്നേ പറയാനുള്ളൂ. എന്റെ ശ്രീമോൾക്ക് ഒരമ്മയുടെ സ്നേഹമോ വാത്സല്യമോ കിട്ടിയിട്ടില്ല. അവളുടെ മമ്മിയും ഡാഡിയും എല്ലാം ഞാനായിരുന്നു. ഇന്നു മുതൽക്ക് അവൾക്കൊരു മമ്മിയെ കിട്ടിയിരിക്കുകയാണ്. അവൾ ഒരിക്കലും വേദനിക്കാൻ ഇടയുണ്ടാക്കരുത്. ശ്രീമോൾ എന്റെ മകളാണ്, എന്റെ മോൾ. ആന്റിയോ? ഇന്നു മുതൽ മോളുടെ മമ്മിയാണ്. പറഞ്ഞത് മമ്മി വിളിക്കരുതെന്ന്. അത് നേരത്തെ അല്ലേ? ഇപ്പോ ഡാഡി ആന്റിയെ വിവാഹം കഴിച്ചിരിക്കല്ലേ? വിവാഹം കഴിച്ചാൽ എങ്ങനെയാ മമ്മിയാകുന്നത്? മോൾ ഇന്നു മുതൽ മമ്മി എന്ന് വിളിച്ചാൽ മതി. ഞാൻ ആന്റിനെ വിളിക്കൂ. അങ്ങനെ വിളിക്കരുത് മോളെ, പറയുന്നതനുസരിക്കേ. ആന്റി പറയട്ടെ ഞാൻ എന്ത് വിളിക്കണമെന്ന്. മോള്